ഈ ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹുവിനെ കൂകി വിളിച്ചെന്നും പിന്നെ നെതന്യാഹു നാണം കെട്ട് ഇസ്രായേലിനകത്ത് കഥകടച്ചിരിക്കുകയാണെന്നും വെളിയിലിറങ്ങുന്നില്ല എന്നും നെതന്യാഹുവിൻ്റെ ആഫീസ് പൂട്ടിയതൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച് അർമാദിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും കൂടെ ഇറാന് പണി കൊടുത്തു. അത് കൊടുത്തതെന്നല്ല 8ന്റെ പണിയെന്നാണ് കേൾക്കുന്നത്. എന്താ സംഭവം? അല്ല, ഇതിൽ ഈ ആദ്യം തന്നെ ഈ UN-ൽ, അതായത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെയാണ്, രാജ്യങ്ങളെല്ലാം എതിരെയാണ്, പാലസ്തീൻ അനുകൂലമാണെന്നൊക്കെ ചില മണ്ടന്മാർ വിചാരിച്ചിട്ടുണ്ട്. 142 രാഷ്ട്രങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചു. ഈ UN-ൽ അംഗീകരിക്കുക എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചന്ദ്രനെ പിളർത്തി എന്നുള്ളത് 142 രാജ്യങ്ങൾ ഒപ്പിട്ട് തരും. ചന്ദ്രനെ പിളർത്തി, അങ്ങനെ സത്യം അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ, യക്ഷി ഉണ്ട് എന്ന് വേണമെങ്കിൽ 140 നീലി ഉണ്ട്, വേണമെങ്കിൽ ഗബ്രിയേൽ എന്നൊരു മാലാഖ ഉണ്ടായിരുന്നു, പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ ഈ 142 രാജ്യങ്ങളും എഴുതി ഒപ്പിട്ട്. ഇതൊരു വോട്ടാണല്ലോ, മെജോറിറ്റി വോട്ടാണല്ലോ, അത് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഒന്നും വസ്തുതാപരമായിട്ട് തെളിയുന്നില്ല. പാലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പ രാജ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, സങ്കല്പ രാജ്യം എന്ന് പറയുമ്പോൾ പലർക്കും കൊള്ളാറുണ്ട്. കാരണം സങ്കല്പ രാഷ്ട്രം, പാലസ്തീനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അവിടെ കൃത്യമായ ആളുകളുണ്ട്. പാലസ്തീനിലെ ആളുകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ കൃത്യമായ ഉത്തരമില്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അതിനകത്ത് പോകുന്നതിന് മുന്നേ, അതായത് ഈ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് ഇദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കാൻ വന്നപ്പോൾ, പ്രസംഗിക്കാൻ സമയത്ത് ആളുകൾ ഇറങ്ങിപ്പോയി കൂകി വിളിച്ചു. ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ സംഭവമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ത് കാണിക്കുന്നു എന്നുള്ളതാണല്ലോ, അതായത് എന്താണ് അവർ പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അതിന് ചിലത് അവർ എന്താണ് ഇങ്ങനെ കാണിക്കും, വലുതാക്കി കാണിക്കും, ചിലത് ശ്രദ്ധ കൊടുക്കൂല. അപ്പൊ ഇവിടെ ഇവരൊക്കെ പുറത്ത് കൊണ്ടുവരാത്ത വാർത്തകൾ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. ഇവര് മുക്കുന്നത് പൊക്കിയെടുക്കാനാണല്ലോ നമ്മുടെ ജോലി. അതാണ് നമ്മുടെ ജോലി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നല്ല വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ UAE ഭരണാധികാരികൾ പോലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ച സമയത്ത് അത് കേട്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളതെല്ലാം ജിഹാദികളായിട്ടുള്ള ആളുകളാണ്. കാരണം ഈ മുസ്ലിംസ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ UAE-യിലെ ഭരണാധികാരികൾ മുസ്ലിംസ് അല്ലേ, അവർ പോയിട്ടില്ലല്ലോ. അപ്പൊ ഈ ജിഹാദി മനോഭാവമുള്ള ആൾക്കാരാണ് അവർ, അല്ലെങ്കിൽ ജിഹാദികളെ പിന്തുണയ്ക്കുന്നവരാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഈ നമ്മൾ ഈ ഹമാസ് സോളികൾ എന്ന് പറയാറുണ്ട്, അവരാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. തലവണ്ടയ്ക്ക് അടിയേറ്റതുപോലെ തന്നെയാണ് അവർക്ക് മറ്റൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വാർത്ത വരുന്നുണ്ട്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ നീക്കത്തിന് ശേഷം ഇറാൻ ഉപരോധങ്ങൾ വീണ്ടും യൂറോപ്യൻ യൂണിയൻ സ്ഥിരീകരിച്ചു. അതായത് അതിൻ്റെ ഭാഗമായിട്ട് ഇറാനിയൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്തികൾ ഉൾപ്പെടെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിയൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു ഇവിടെ റിസർവ് ബാങ്കൊക്കെ പോലെയാണ്. അതുപോലത്തെ ആ റിസർവ് ബാങ്കിൻ്റെ അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്തികൾ ഉൾപ്പെടെ മരവിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇറാൻ്റെ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രാവിലക്കും, അതായത് നമുക്കിവിടെ ഉള്ള അജിത് ഡോവലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ പോലെ അവിടുത്തെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ സർക്കാരിലെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രാവിലക്കും വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഒരിടത്തും കാല് കുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജിഹാദി ബുദ്ധിയുള്ള മരമണ്ണകൾ കരുതും അതിനിപ്പോൾ എന്താ, ഇറാൻ ആര് ഉപരോധിച്ചാലും ഇറാൻ അങ്ങ് വളരും എന്നൊക്കെയാണ് ഈ മരമണ്ണകൾ കരുതുന്നത്. അപ്പോൾ അത്തരം ഈ സകല മരമണ്ണകളോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളാണ് ഇതെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 10 വർഷം മുമ്പ് വരെ ഉപരോധം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ആയതേ ഉള്ളൂ ഇത് നീക്കി കൊടുത്തിട്ട് വീണ്ടും അടിച്ച് അണ്ണാക്കി കൊടുത്തെന്ന് പറഞ്ഞതുപോലെ. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ ഉപരോധങ്ങളെ ഭയക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത് തന്നെ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി ഒരു തകരപ്പെട്ടിയിൽ നിന്നാണ് കൊല്ലപ്പെട്ടത്. തകരപ്പെട്ടി എന്ന് ഞാൻ പറഞ്ഞ ഹെലികോപ്റ്ററിനെയാണ്. അതായത് സകല ആളുകളും കൃത്യമായിട്ട് ഇത് കണ്ട കാര്യമാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ പോലും ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി 80കളിലെ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഈ തകരപ്പെട്ടി പോലുള്ള ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കൃഷിയിടങ്ങളിൽ പോലും ഇതിനേക്കാൾ മികച്ച ഹെലികോപ്റ്റർ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഈ ഇറാനിലൊക്കെ ഉള്ളത്. സകല ആളുകളും അത് മനസ്സിലാക്കി, പറയുന്ന സകല ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ അങ്ങ് അതിജീവിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യം വെച്ച് ഈ ഉപരോധവും കൂടെ വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നോക്കണം. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് അടിക്കുമെന്ന് പറയുന്നത് അതായിരിക്കും അവസ്ഥ. കടിച്ച് അതായിരിക്കും അവസ്ഥ. ഇടിവെട്ടി നിൽക്കുകയാണ്, അപ്പൊ പാമ്പും കൂടെ കടിച്ച്, അതാണ് അവസ്ഥ.
അല്ലെങ്കിൽ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് ഈ പറയുന്ന ഇബ്രാഹിം റൈസി പോലും അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലും ഇറാന് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടിട്ട്, പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ട് എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അതിന്റെ കാരണം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ഉപരോധങ്ങളുടെ പ്രത്യേകത ഇതാണ്, ഇറാൻ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സകല ദിക്കുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതായത് ഈ ഒരു ഉപരോധങ്ങൾ കാരണം തകർച്ചയുടെ ഇതിലേക്കാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നത്, അതാണ് എന്നുള്ളത്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉപരോധം വീണ്ടും ഇറാൻമേലെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഹമാസ് ഓളികളുടെ പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള ഇറാൻ അടികൊള്ളുക എന്ന് പറഞ്ഞത് കേരളത്തിലെ ഹമാസ് അനുകൂലികൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കില്ല, പറ്റില്ല അവർക്ക്. കാരണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള വാർത്തയാണ് കൊടുക്കുക നോക്കുക. അതായത് ബെഞ്ചമിൻ നെതന്യാഹു എഴുന്നേറ്റ സമയത്ത് ആളുകൾ ഇറങ്ങിപ്പോയി കൂകി വിളിച്ചു, അത്തരത്തിലുള്ള വാർത്തയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഈ ജിഹാദികൾ ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഐക്യരാഷ്ട്രസഭയിലും ഉണ്ട്, അവർ UAE അല്ല ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ UAE ഭരണാധികാരികൾ മുസ്ലിം രാജ്യമായിട്ടുള്ള ആൾക്കാരായിട്ട് പോലും അവിടെ UAE ഭരണാധികാരികൾ പോലും അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തീരുമ്പോൾ അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരെല്ലാം അനുകൂലിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഈ നടന്നതെല്ലാം ഈ ഖത്തറിന്റെ ആക്രമണത്തിന് ശേഷമാണ്. അവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ UAE ഫോറിൻ മിനിസ്റ്റർ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, UAEയുടെ വിദേശകാര്യമന്ത്രി. അപ്പോൾ ഇവിടെയുള്ള ഹമാസ് ഓളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ജിഹാദിസവും കൊണ്ട് ഒരിക്കലും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ പറ്റുമെന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും. പക്ഷെ ആ കോൺഫിഡൻസും വെച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അട്ടപട്ടലം 3G ആയി പോകും. കാരണം അത് ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല. അല്ലെങ്കിൽ പഴയ പോലെ പൊട്ടിത്തെറിക്കൽ നാടകങ്ങളായിട്ട് സംഭവങ്ങളായിട്ട് വരിക. അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. അത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ആർമിയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ പൊട്ടിത്തെറിക്കുന്നതായിരുന്നു ഭേദമെന്ന് തോന്നുന്ന അവസ്ഥയായിരിക്കും പിന്നെ. അതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ഇറങ്ങുന്നവര് അതും കൂടെ ആലോചിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ ഗാസയിൽ നിന്ന് ഇപ്പൊ ഗാസയിൽ എന്താണ് നിങ്ങളുടെ നിലപാട് ചോദിക്കാം. നമ്മൾ വീഡിയോയുടെ താഴെ ഗാസയിലെ നിലപാട് നിങ്ങൾ ഇസ്രയേലിനൊപ്പമാണോ? ഗാസയിലെ നിലപാടെന്ന് പറഞ്ഞാൽ ഫ്രീ ഗാസ ഫ്രം ഹമാസ്, അതാണ് നമ്മുടെ നിലപാട് അല്ലേ? നമ്മുടെ നിലപാട് അതാണ്. അവര് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പാലസ്തീനിലുള്ള പാവപ്പെട്ട മനുഷ്യരോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അവിടെയുള്ള സ്ത്രീകളോടും, ഈ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറയുന്നവരോടൊപ്പം തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളോടൊപ്പം അല്ല. കാരണം നമുക്ക് അവിടെ അറിയാം, നമ്മൾ ഇതൊക്കെ ഇനി ആരെ മറച്ചു വെക്കാനാണ്? ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. മറ്റേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നില്ല, പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി സോഷ്യൽ മീഡിയയിൽ അത്ര ഉണ്ടെന്ന് ഹമാസിന്റെ വീഡിയോകള്. എന്താണ് ഇവര് ഷൂട്ട് ചെയ്യുന്നില്ല, ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇവരറിയാതെ. മനസ്സിലായ? ഇവര് ഷൂട്ട് ചെയ്യണത് വേറെ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവര് ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുകയും അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടേക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, ഇവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതാണ്. എന്തിനാണ് സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളത് മനസ്സിലായല്ലോ. ചതയും മാംസവും വേണോ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്താണ് കാര്യം? എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? എന്നിട്ട് ലാസ്റ്റ് പിടിക്കുമ്പോ സ്വർണ്ണ കുന്നൊക്കെയാണ് കിട്ടുന്നത്. ഇത് കൂട്ടിയിട്ടിട്ട് എന്തിനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് വിൽക്കാനായിരിക്കും, വിറ്റ് കാശാക്കുക എന്നുള്ള. പിന്നെ ഈ പറയുന്ന മറ്റേ ഇവനൊക്കെ പിടികൂടുന്ന സമയത്ത് കാണുന്നത് മറ്റേ ആ കുഴിമന്തിയും അൽഫാമും ഒക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അതാണ് മയണൈസും കൂട്ടി കുഴച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവരെ ഭാര്യ രക്ഷപ്പെടാൻ നേരത്ത് 3 ലക്ഷത്തിന്റെ ബാഗ് കൊടുത്തോണ്ട് ഓടി. അതുപോലെ അതാണ് ഇവന്റെയൊക്കെ ഭാര്യമാർ അത്രയും സ്വർണ്ണം ഇട്ട് അങ്ങനെയൊക്കെയാണ് പിടികൂടുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഈ ഗാസയിലെ എന്താണ് ഈ പ്രധാനപ്പെട്ട വാർത്ത, അതായത് 140 ഭീകര കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം അടിച്ചു തകർത്തു. അപ്പോൾ ഇവിടുത്തെ വാർത്ത പാവപ്പെട്ട ഇവിടുത്തെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പറയണേ, സാധാരണക്കാരിരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ആക്രമണം നടത്തി. അപ്പോൾ ആ വീഡിയോ തന്നെ തിരിച്ച് വെടിവെക്കുന്നത്. അതായത് സാധാരണക്കാരെങ്ങനെ വെടിവെക്കും? ചില പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് ആരെങ്കിലും തിരിച്ച് വെടിവെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു? തീവ്രവാദികൾ എല്ലാവരും പേടിച്ച് ഓടുന്നതല്ലേ കണ്ടത്. അപ്പം ഇത് തിരിച്ച് വെടിവെക്കുന്നത്. അപ്പൊ ഇതാരടാ തിരിച്ച് വെടിവെക്കുന്ന? അപ്പൊ കാര്യം
മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാത്തോണ്ടല്ലടാ, ഇതിന്റെ പുറകിലൊരു ഫണ്ട് ഉണ്ടല്ലോ, ജിഹാദി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ടല്ലോ. അത് വേണമല്ലോ. അത് വേണമെങ്കിൽ ജിഹാദികളെ പ്രൊമോട്ട് ചെയ്താലല്ലേ പറ്റും. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെയുണ്ട്. അത് ഫണ്ട് മുഖ്യം ബിഗിലേ. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് പാരീസിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത. 60 വയസ്സുള്ള ഒരു ജൂതന് നേരെ ജൂതനെ കൊല്ലുമെന്ന് അട്ടഹസിച്ചുകൊണ്ട് വൃത്തികെട്ട ജൂതൻ, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ വരുന്നത്. അപ്പൊ പാരീസിൽ ജൂതന്മാർക്ക് നേരെ വ്യാപകമായിട്ട് ജിഹാദികൾ ആക്രമണം നടത്തുന്നതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത ആയിട്ടുള്ള കാര്യമാണ്. എന്താ ഇത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ കാണിക്കുന്ന കണ്ടായിരുന്നോ? ഇല്ല, കാണിക്കില്ല. കാര്യം എന്താണ്? അത് പറ്റില്ല, അതൊന്നും കാണിക്കില്ല. കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ ഫണ്ട് വരൂല പിറ്റേ ദിവസം. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ ഇവർക്കൊന്നും മനുഷ്യത്വത്തിന് അർഹതയില്ലേ? ഇവര് മറ്റേ മനുഷ്യത്വം മരവിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാസയിലെ മണ്ണിലേക്ക് നോക്കൂ. ഒരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, അവര് പറഞ്ഞു അവർക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഹമാസിലെ ക്ഷമിക്കണം, പാലസ്തീനിലെ കുട്ടികളെ ഓർത്ത്. അപ്പൊ യമനിലെ കുട്ടികൾ ഓർക്കാറില്ല. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂല. കാരണം ഈ പറയുന്ന പാലസ്തീനിലെ കുട്ടികളെ ഓർക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ രാത്രി ആകുമ്പോഴത്തേക്ക് യമനിലെ കുട്ടികളെ ഓർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ രാത്രിയും കഴിക്കാൻ പറ്റില്ല. രാവിലെ ആണെങ്കിൽ നമുക്ക് ഇനിയിപ്പം വേറെ ഏതെങ്കിലും രാജ്യം, ഇഷ്ടം പോലെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, യുക്രൈനിലെ കുട്ടികളെ ഓർത്ത് രാവിലെ കഴിക്കൂല. പിന്നെ ഇനിയിപ്പോ ഇവിടെ പോളണ്ടിൽ ആക്രമണം ഉണ്ടാവില്ല. അപ്പൊ ഈ ടീച്ചർക്ക് ആഹാരം. പക്ഷേ പഹൽഗാം തീവ്രവാദം നടന്ന ദിവസം നല്ല വൃത്തി വെട്ടി വിഴുങ്ങിയിട്ടുണ്ട് എല്ലാ ടീച്ചർമാരും സാറന്മാരും ഒക്കെ വെട്ടി വിഴുങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന സാംസ്കാരിക നായകർ അവര് നല്ല വെട്ടി വിഴുങ്ങിയിട്ടുണ്ട്. പഹൽഗാം തന്നെ 26 പേരാ എന്നൊക്കെ പറഞ്ഞു വെട്ടി വിഴുങ്ങിട്ട് മൃഷ്ടാംഗ ഭോജനമല്ലേ അങ്ങനെ. അന്ന് ബീഫും പൊറോട്ട ആയിരിക്കും, ചൂട് പൊറോട്ട അല്ല. ഈ വാർത്ത 26 പേര് മരിച്ചല്ലേ, നല്ല ചൂട് പൊറോട്ട ബീഫ് കറി എടുത്താണെന്ന് പറഞ്ഞ ടീമുകളായിരിക്കും ഇവർ. കാരണം ഇവർക്ക് ഈ പറയുന്ന, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ കേരളത്തിൽ ഈ മറൈൻ ഡ്രൈവിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. എന്താണ് ഗാസ അനുകൂലി, അതായത് പാലസ്തീൻ അനുകൂലി. ഈ പാലസ്തീൻ അനുകൂലിയായിട്ട് ആര് പ്രസംഗിക്കുന്നോ ഇവരെല്ലാം തന്നെ വർഗീയവാദികളായിരിക്കും. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാര്യം ഇവർക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യത്വം വരുന്നത് എന്തുകൊണ്ടാണ്? പാർവതി തിരുവോത്തിനൊക്കെ ഉണ്ട് സെലക്റ്റീവ് മനുഷ്യത്വം. അതെന്ത് അല്ല എനിക്ക് മനസ്സിലാവാത്തത്, ഈ പാലസ്തീനും ഇന്ത്യയായിട്ട് ബന്ധമില്ല, ഇസ്രായേലും ഇന്ത്യയായിട്ട് ബന്ധമില്ല. മറ്റ് ഈ പറയുന്ന യമൻ, യുക്രൈൻ എന്നൊക്കെ പറയുന്ന പോലത്തെ രാജ്യങ്ങൾ തന്നെയാണ് ഇതും. പിന്നെ എന്തിനാണ് ഈ പാലസ്തീനിലെ കുട്ടികളോട് ഇത്ര സ്നേഹം? മറ്റിടത്തൊന്നും കുട്ടികൾ മരിക്കുന്നില്ല, ഇതിനു മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, ഒരു കുഞ്ഞിന്റെ ശവശരീരം അല്ല കടപ്പുറത്ത് കമന്നടിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ എത്ര ഫോട്ടോകളുണ്ട്. കഴുകൻ, ഈ പറയുന്ന പോലെ കഴുകൻ കൊത്തിപ്പറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ വിവിധ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം യുദ്ധമുഖങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെയെല്ലാം ഇന്ത്യയിലും സംഭവിക്കാം ഇവന്മാരെയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അത് ഇങ്ങനെ സെലക്റ്റീവായിട്ട് സ്നേഹം കാണിക്കുന്നവന്മാരെയൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹമാസ് എന്ന് ഭീകര സംഘടന തന്നെയാണ്. അതിനെ ഇനി അത് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് ഭീകര സംഘടനയായിട്ട് തന്നെ തുടരും. ഹമാസ് എന്ന ഭീകര സംഘടന എന്താണ്, ഈ ഇസ്രയേലി പൗരന്മാരെ അവർ വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത് വിട്ടുകൊടുക്കാൻ, അതാണ് ന്യായമായിട്ടുള്ള കാര്യം. അത് വിട്ടുകൊടുക്കാതെ കഴിഞ്ഞ ദിവസം മറ്റേ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞു വെക്കൂ ഈ 48 പേരോട് എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന ഇവരോട് അപ്പം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതായത് ഇന്ത്യ ഇസ്രായേലും തമ്മിൽ ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പാലസ്തീൻ ഇസ്രായേലും തമ്മിൽ ഇന്ത്യ എന്ത് ബന്ധമെന്ന് ചോദിച്ചു. ഇന്ത്യ ഇസ്രായേലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? പൊതുശത്രു ഒന്നായിരിക്കും. അത് ആരാണ് ആ പൊതുശത്രു? ഹമാസ് ആയിരിക്കും. അല്ല, ഹമാസ് നമ്മുടെ ശത്രു ആവുന്നില്ലല്ലോ. അല്ല, ഹമാസിലും പാകിസ്ഥാനിലും ഉള്ള ഒരേ ശത്രുവിന്റെ പേരെന്താണ്? ജിഹാദി. അതാണ്. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ ഇന്ത്യയും ഇസ്രായേലും സഹോദരികളാണ്. അതെ.